വെൽക്കം ടു ജാക്വലിൻസ് ക്രാഫ്റ്റ് വേൾഡ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉപയോഗിച്ച് പന്നാസേ വല്ല പഴയ തുണി ഉണ്ടെങ്കിൽ അതൊന്നും ഇനി കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഇതായിട്ട് നാശമായി ഭാഗങ്ങളൊക്കെ ഇതുപോലെ വെട്ടിക്കളയണം. എന്നിട്ട് ഇതുപോലെ സ്ക്വയറിൽ 4ആയിട്ട് മടക്കണം. ഇനി നമ്മളിതുപോലെ 4ആയിട്ട് മടക്കി വെച്ച തുണി ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിക്കഴിഞ്ഞ് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി നല്ല റൗണ്ട് ഷേപ്പുള്ള ഒരു തുണിയായിട്ട് അത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു. അത് ഇതുപോലെ നാശാവാൻ കാരണം എൻ്റെ ഒരു പൊട്ടത്തരാണ്. ഞാൻ ഈ തുണി തേക്കാനായിട്ട് ഇസ്തിരിപ്പെട്ടി ഓണാക്കി വെച്ച് പോയതാണ്. എന്നിട്ട് ഭാഗിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ തുണിയുടെ കാര്യത്തിലൊരു തീരുമാനമായി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനത്തെ കനമുള്ളൊരു ചട്ട അല്ലെങ്കിൽ കാർഡ്ബോർഡ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ബുക്കിൻ്റെ ചട്ടക്കിൽ അതായാലും മതി. അതിങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഒന്ന് സമാധാനപ്പെട്ട് കുട്ടൂസ് നിനക്ക് ഉണ്ടാക്കി വേണ്ടി ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. അയ്യോ ശരിക്കും വാങ്ങിച്ചു തരാം. ഇനി കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കട്ടാ. ഇനി ഇതുപോലെ ഒരു ബലൂൺ ആ കോണിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത തുണി ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് നനയാനേ പാടുള്ളൂ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഭയങ്കര ലൂസായിട്ട് പാടില്ല, കുറച്ച് ഒരു കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ മുക്കിയെടുത്ത തുണി ഈ വൈറ്റ് സിമെൻറ്റിൽ മുക്കിയിട്ട് അത് ഒന്ന് ഇളക്കി വെക്കണം. അതായത് എല്ലാ ഭാഗത്തേക്കും ഈ തുണിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വൈറ്റ് സിമെൻറ്റ് എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടുള്ളൂ. ഈ ആ ബലൂണിൻ്റെ മേലെ നമ്മൾ ഈ തുണി വൈറ്റ് സിമെൻറ്റ് മുക്കി വെച്ച തുണി ഇങ്ങനെ വിരിച്ച് കൊടുക്കണം. ശേഷം നമ്മൾ ആ ബലൂണിൻ്റെയും ആ ചാർട്ട് പേപ്പറിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു തുണി കൊണ്ട് കുറച്ച് മുറുക്കനെ കെട്ടി കൊടുക്കണം. ഇനി നമ്മൾ ആ തുണിയുടെ കാര്യത്ത് നമ്മളിതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്നത് നമ്മുടെ കുട്ടൂസിൻ്റെ പണിയാണ്. കുട്ടൂസാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ കുട്ടൂസിന് വീഡിയോ പിടിക്കും വേണം, ഞാൻ എന്താ ചെയ്യണമെന്ന് കാണും വേണം. അത് കാരണമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാം കേട്ടോ. ഇനി ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കെട്ടി വെച്ച തുണി അതിൽ നിന്ന് അഴിച്ചെടുക്കണം. അതിന് ശേഷം ഡിസ്പോസിബിൾ ഗ്ലാസ് ഓരോന്ന് അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് മലർത്തി വെക്കണം. അപ്പോൾ ഇത് മലർത്തി വെക്കുക എന്നുള്ളത് ചെറിയൊരു ഗുലുമാല് പിടിച്ച ടാസ്ക്കാണ്. അപ്പോൾ അത് ഒരാളുടെയും കൂടി ഹെൽപ്പ് ചോദിച്ചിട്ട് 2 പേര് കൂടി ചേർന്നിട്ട് വേണം എല്ലാം എടുത്ത് കമത്തി വെക്കാം. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാർഡ്ബോർഡിൻ്റെ പേപ്പറും ബലൂണൊക്കെ അങ്ങനെ വലിച്ച് കഴിഞ്ഞ് ഊരാൻ കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഈ വൈറ്റ് സിമെൻറ്റ് ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ മേലെ അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് വാർണിഷും കൂടി അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ വെച്ചാൽ തന്നെ എല്ലാവരും വന്ന് നിങ്ങളോട് ചോദിക്കും ഇത് ഇവിടുന്ന് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.